ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും അതുപോലെ സീതയെയും വേണ്ട വിധത്തിൽ ആദരിച്ച് ആ ഭരദ്വാജൻ വളരെ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, അവിടുന്ന് ഇനി എന്റെ ഗുരുനാഥനെ പോയി കാണണമെന്ന്. അങ്ങനെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് അവർ പോകുന്നത്. അവിടെ ചെന്നു എത്രയോ കാലമായി കാത്തിരിക്കുകയാണ് രാമനെ. വളരെ ആദരവോടെ സ്നേഹത്തോടെ ശ്രീരാമപാദങ്ങളെ തൊഴുതുകൊണ്ട് അകത്തേക്കിരുത്തി. ശ്രീരാമസ്വാമി ആ വാൽമീകി മഹർഷിയുടെ പാതാരബിന്ദങ്ങളെ നമസ്കരിച്ചു. എന്നിട്ട് ശ്രീരാമസ്വാമി കുശലങ്ങളൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, അച്ഛന്റെ നിയോഗം കാട്ടിലേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. 14 വർഷം കാട്ടിൽ കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. അതിന് പറ്റിയ ഇടം എവിടെയാണ് എന്ന്. ഇത് കേട്ടപ്പോ വാൽമീകി മഹർഷി രാമനോട് പറയാണ്, എല്ലാ ചരാചരങ്ങളിലും അന്തരാത്മാവായിരിക്കുന്ന അങ്ങെന്നോട് വസിക്കാനൊരിടം ചോദിക്കുക എന്ന് പറയുന്നത് രാമ ഏറെ വേദനയുണ്ടാക്കുന്നൊരു കാര്യമാണ്. എങ്കിലും അങ്ങ് ശരിക്കും വസിക്കേണ്ട ചില ഇടവുണ്ട്. എവിടേക്കാണ് വസിക്കേണ്ടത്? പറയുന്നു, ആരാണോ ആരെയും വേദനിപ്പിക്കാതെ ഭഗവൽ സ്മരണം ചെയ്തുകൊണ്ട് ഭഗവൽ നാമം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആരെയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കാത്തവരുടെ ഹൃദയത്തിൽ രാമ അവിടുന്ന് പോയി വസിക്കണം. സാധാരണ രീതിയിൽ ഒരാളും തന്റെ പാസ്റ്റ് പറയാറില്ല. അത് പറയാൻ അത്ര കൊള്ളരുതാത്തതുമാവും ചിലപ്പോൾ. തന്റെ ജീവിതം പഴയ ചരിത്രം കൊള്ളരുതാത്തതെങ്കിലും രാമനോട് പറയാണ്, അങ്ങ് കാരണം എനിക്കെങ്ങനെയാണ് ഗുണമുണ്ടായിട്ടുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. എന്താ ഗുണം? പണ്ട് ഞാൻ രത്നാകരനായി കാട്ടുകള്ളനായി വസിക്കുന്ന കാലം, അങ്ങനെയിരിക്കെ സപ്തർഷികൾ വരുന്നു. കഥ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ആ സപ്തർഷികളെ കൊള്ളയടിക്കാൻ വേണ്ടി ഞാൻ ചെന്ന സമയത്ത് തിഷ്ഠ തിഷ്ഠ എന്ന് പറഞ്ഞവർ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ കൊള്ളയടിക്കാൻ നോക്കുന്ന സമയത്ത് അവരുടെ കയ്യിലൊന്നുമില്ലായിരുന്നു. അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ പുത്രരെയും പത്നിയെയും ഒക്കെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി പലരിൽ നിന്ന് കട്ടുപിടിച്ചു നീ പലതും നേടിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ നീ ചെയ്തിരിക്കുന്നത് ക്രൂരതയോടുകൂടിയിട്ടാണെങ്കിൽ ഈ ക്രൂരമായ പ്രവൃത്തികൾക്കെല്ലാം ഒരു തിരിച്ചടി അല്ലെങ്കിൽ കർമ്മത്തിന്റെ പ്രതികർമ്മം, കർമ്മഫലം വരുന്ന സമയത്ത് നിന്റെ ഭാര്യയും മക്കളും അതിൽ പങ്കാളികളായി തീരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉടനെ ഭാര്യയെയും മക്കളെയും വിളിച്ചു. ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന ക്രൂരമായ ഈ കർമ്മങ്ങൾക്കെല്ലാം നാളെ ഒരു തിരിച്ചടി എന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതനുഭവിക്കാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അവരെനിക്ക് ഉത്തരം തന്നോന്ന്. ഞാൻ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം, ഞാൻ ചെയ്തിരിക്കുന്ന നന്മയുടെ പ്രവൃത്തിയാണ്. ഞാൻ ഒരാൾക്ക് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എനിക്ക് തിരിച്ച് ഗ്ലാസ് വെള്ളം തന്നോളുന്നില്ല. ആ കർമ്മത്തിന്റെ ഫലം മറ്റൊരാളിലൂടെ, അതും ആ ജന്മം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിലുണ്ടല്ലോ ഇന്ന് ചിലരൊക്കെ സൗകര്യത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ അവരെവിടെയോ ചിലതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരും അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. ഇത് കർമ്മത്തിന്റെ അനിഷിധ്യമായ നിയമമാണ്. ഇത് വളരെ വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാലുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ വയ്ക്കും. ഞാൻ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാള് എന്നെയും വേദനിപ്പിക്കാൻ ഉണ്ടായേ പറ്റുള്ളൂ. ഏതെങ്കിലും രൂപത്തിൽ നമ്മളൊരു കൊതുകിനെ തല്ലിക്കൊല്ലുന്നുണ്ടെങ്കിലല്ലോ ആ കൊതുകാരി കൊന്നിട്ടുണ്ടായിരിക്കണം. എവിടെയോ അതൊരു കർമ്മം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്കതിനെ കൊല്ലാൻ തോന്നില്ല. അപ്പൊ അങ്ങനെയാണ് കർമ്മത്തിന്റെ ഓരോ ഫലങ്ങളും. ഒരാളെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ അയാൾ അനുഭവിച്ചേ പറ്റുള്ളൂ എങ്കിൽ നാം ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഐ ആം റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് വിച്ച് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ് എന്നാണ്. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അതിന് ഞാൻ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി. ഞാൻ തന്നെയാണത്. ഇതങ്ങനെ എളുപ്പത്തിലൊന്നും ഒരാളും ആക്സെപ്റ്റ് ചെയ്യില്ല. നേരെ വിപരീതമായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുക. ഫ്ളാറ്റിന്റെ 4ാമത്തെ നിലയിൽ ഒരാള്, അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് അയാൾ ഒറ്റയ്ക്കാ താമസം.
ഭയങ്കര ഹാർട്ട് വേദന അയാൾക്ക്. എങ്ങനെയോ തപ്പിപ്പിടിച്ച് ഫോണൊക്കെ എടുത്ത് ഇയാള് ഫോൺ വിളിച്ചു, ഡോക്ടറെ ഇപ്പം മരിക്കും, വേഗം വരണം എന്ന് പറഞ്ഞ് ഫോണൊക്കെ അവിടെ താഴേക്കിട്ടു. ഇയാൾ കട്ടിലിന്റെ മുകളിലേക്ക് വീണു. ഇയാൾ അവിടെ മലർന്ന് കിടക്കണു. ഇയാൾ അറിയുന്ന പേഴ്സണൽ ഡോക്ടറാണ്, ഇയാളെ ഫാമിലി ഡോക്ടറാണ്, കുറെ കാലമായിട്ട് ഇയാളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറാണ്. അയാള് കാറൊക്കെ എടുത്ത് വന്നു. ഫ്ലാറ്റിന്റെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇയാള് സ്റ്റെപ്സ് എല്ലാം ചാടിക്കയറി അവിടെ എത്തിയതും വാതിലൊരൊറ്റ ചവിട്ട്. തുറക്കണ്ടേ? മറ്റാള് കുറ്റിയിട്ടിരിക്കുക. എങ്ങനെയാ അത് തുറന്നു? ഡോക്ടർ ആ ചേർന്ന മുകളിലേക്ക് ഒരൊറ്റ വീഴ്. വെള്ളം തന്നില്ല, ഇപ്പൊ ഞാൻ ചാവുന്നത്. മറ്റാളെ ശുശ്രൂഷിക്കാനാ ഡോക്ടർ വന്നത്. ഡോക്ടർ പറയണോ വയ്യ, വേർക്കാൻ തുടങ്ങി. ഡോക്ടർ എന്തിനു പറയണു? ഹാർട്ട് വേദന ഉള്ള ആള് തപ്പിപ്പടഞ്ഞ് എണീറ്റോടുന്ന്. കാരണം തന്നെ നോക്കാൻ വന്നിരിക്കുന്ന ഡോക്ടർ അതിലേറെ പരിതാപത്തിലാണ്. ഇയാളെ വീശിക്കൊടുത്തു, കുറെ വെള്ളം കുടിക്കാൻ കൊടുത്തു, ഫാനൊക്കെ ഇട്ട് കൊടുത്തു. 10-20 മിനിറ്റ് അങ്ങനെ കിടന്നു. പെയിൻ കില്ലർ വല്ലതും ഉണ്ടോ ചോദിച്ചു. പറഞ്ഞൊരു ഗുളിക, അതും കൊടുത്തു. ഡോക്ടറെ ശുശ്രൂഷിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറുടെ പ്രശ്നം മാറി. ഡോക്ടർ പറഞ്ഞു, 500 രൂപ കൺസൾട്ടിങ് ഫീസ് വരും, ഞാൻ പോട്ടെ എന്ന്. ഇയാൾക്കങ്ങോട്ട് കലി വന്നു. ഹാർട്ട് വേദനയായിട്ട് കിടന്ന തന്നെ നോക്കുപോലും ഉണ്ടായിട്ടില്ല, ഒരു മരുന്ന് പോലും തന്നിട്ടില്ല. ഇയാളെ നോക്കിയത് മുഴുവൻ ഞാനാണ്. ഇപ്പൊ അയാൾക്ക് കൺസൾട്ടിങ് ഫീസ് കൊടുക്കണം, എത്ര? 500 രൂപ. ഉടനെ ഡോക്ടർ പറഞ്ഞു, ദേ മനുഷ്യ, നിങ്ങളുടെ രോഗം മാറ്റി തന്നു ഞാൻ, എനിക്ക് കൺസൾട്ടിങ് ഫീസ് തരണമെന്ന്. നിങ്ങൾ എന്റെ രോഗം മാറ്റി. എങ്ങനെയാ എന്റെ രോഗം മാറിയത്? എന്റെ രോഗം മാറിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ വരുന്നവരെ കട്ടിലിന്റെ മുകളിൽ പടന്ന് കരഞ്ഞ ആള് ഇപ്പൊ എന്നെ വീശി തന്ന് എത്ര സന്തോഷത്തിലാണ് നിങ്ങൾ എനിക്ക് വെള്ളമൊക്കെ തന്ന്, നിങ്ങൾക്ക് എവിടെ ഒരു വേദനയും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നേക്കാൾ അപകടം കണ്ടാ പിന്നെ ഞാൻ എന്റെ വേദന മറന്നിട്ട് നിങ്ങളല്ലേ ശുശ്രൂഷിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ സുഹൃത്തെ, തൽക്കാലത്തേക്ക് നിങ്ങളുടെ വേദന എനിക്ക് മാറ്റാൻ സാധിച്ചതുകൊണ്ട് എന്റെ ഫീസ് 500 രൂപ താന്ന് പറഞ്ഞു. ഇതാണ് ലോകം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഇതുണ്ടല്ലോ, അത് ചിലപ്പോ നമ്മൾ തിരിച്ചറിയില്ല. നാം വെറുതെ അങ്ങനെ അങ്ങോട്ട് ഇമാജിൻ ചെയ്യാണ്, വേറൊരാളാണ് കാരണം, വേറൊരാളല്ല കാരണം, ഞാൻ തന്നെയാണ് കാരണമെങ്കിൽ എനിക്ക് മാത്രമേ അതിൽ നിന്നും പുറത്തേക്ക് വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് നല്ലവണ്ണം നമ്മൾ ബോധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബ്ലെയിം എനിബഡി ഇൻ അവർ ലൈഫ്. ഭർത്താവ് ഭാര്യയെ ബ്ലെയിം ചെയ്യില്ല, ഭാര്യ ഭർത്താവിനെ ബ്ലെയിം ചെയ്യില്ല, മക്കളെ ബ്ലെയിം ചെയ്യില്ല, ഒരാളെയും ബ്ലെയിം ചെയ്യില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ കർമ്മ സിദ്ധാന്തം ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. നിങ്ങൾ മറ്റുള്ളവർക്കൊരവസരം കൊടുത്തു നോക്കൂ. ശ്രദ്ധിക്കണേ, മറ്റുള്ളവർക്കൊരവസരം കൊടുത്തു നോക്കൂ. അവരുടെ ജീവിതത്തിന്റെ വിഷമങ്ങൾക്കെല്ലാം മറ്റൊരാളെ കുറ്റം പറയാനായിരിക്കും അവർ കൂടുതൽ സമയം കണ്ടെത്തുക. ആയിരിക്കുമല്ലയോ അല്ലേ? അതുകൊണ്ട് ഇവിടം മുതൽ നമ്മൾ പഠിക്കേണ്ടത്, എന്റെ വിഷമങ്ങൾക്ക് ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജന്മം ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഏതോ ജന്മങ്ങളിൽ ഞാൻ ചെയ്തു വെച്ചതിന്റെ ഫലങ്ങൾ ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ. കർമ്മത്തിന്റെ ഒരു പ്രത്യേകത, അത് ചെയ്ത അപ്പം തന്നെ തിരിച്ചു വന്നോളണമെന്നില്ല. ചിലതെല്ലാം സമയമെടുക്കും. നമ്മളൊരു മുളകിൻ തൈ കുഴിച്ചിട്ടാൽ ആഴ്ചകളെ കൊണ്ടത് മുളച്ച് നമുക്ക് മുളക് തരും. നേരെ മറിച്ചൊരു തെങ്ങിൻ തൈയാണ് കുഴിച്ചിരുന്നെങ്കിലോ വർഷങ്ങളെടുക്കും, ഇല്ലേ? ചിലതെല്ലാം വർഷങ്ങൾ എടുക്കുമ്പോഴേ നമുക്ക് ഫലം കിട്ടുള്ളൂ. ഇതുപോലെയാണ് കർമ്മം എന്ന്. നിങ്ങൾ കറണ്ടിന്റെ സോക്കറ്റിൽ കൈവച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണോ ഫലം കിട്ടുക? കറണ്ടിന്റെ സോക്കറ്റിൽ കൈവച്ചാൽ അപ്പം കിട്ടുമോ? ഒരു നിമിഷം പോലും കാത്തിരിക്കേണ്ട. നേരെ മറിച്ച് നിങ്ങൾ തലവേദനയ്ക്കോ അല്ലെങ്കിൽ വേണ്ടാത്ത ഗുളികകൾ ഒരുപാട് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, വേദന സംഹാരികൾ കുറെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, ക്യാൻസർ ആയിട്ട് പിന്നീട് ശരീരത്തിൽ വരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ അപ്പം അറിയില്ല വരുന്ന ദുരന്തം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് TB ഒക്കെ വരുന്നത്, ലങ്സിനൊക്കെ അസുഖം വരുന്നത്. കള്ളു കുടിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും കർമ്മഫലം ഉണ്ടാവില്ല, വേറെ ഫലങ്ങളൊക്കെ വരും അവർക്ക്. അതിന്റെ ദുരന്ത ഫലങ്ങളൊക്കെ വരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഈ കർമ്മത്തിന്റെ പ്രത്യേകത, നാം എന്തു ചെയ്യുന്നുവോ അത് കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കില്ല. 3 കാര്യങ്ങൾ ശരിക്കും പഠിക്കണേ.
ഒന്ന്, എന്റെ ജീവിതത്തിന്റെ വിഷമങ്ങൾക്ക് ഞാൻ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തത്, ഇനി മുതൽ ഞാൻ എന്തു ചെയ്യുന്നുവോ അത് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യണം. ഒരാളെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ മറ്റൊരാളിലൂടെ ഞാനും വേദനകൾ അനുഭവിക്കേണ്ടി വരും. മൂന്നാമത്തത്, എന്തു വരുമ്പോഴും അത് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്, രാമരാമേതി സദാ ജപിക്കയും. രാമസ്മരണം ചെയ്ത് അതിനെ രാമാർപ്പണമാക്കി അതിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കുകയും തളരുകയും പരാതി പറയുകയും ഇല്ല. അപ്പൊ ചിലരെല്ലാം കർമ്മഫലത്തിന്റെ ദുരന്തത്തിൽ ദുഃഖിക്കാനും പരാതി പറയാനും കാരണം അവരുടെ മനസ്സിനെ അവർക്ക് രാമസ്മരണയിലൂടെ അർപ്പണം ചെയ്ത് ഉയർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. ദ മോർ യു ഗ്രോ സ്പിരിച്വലി, എത്രത്തോളം നമ്മൾ സ്പിരിച്വലി വളരുന്നുവോ അത്രത്തോളം നമുക്ക് പ്രശ്നങ്ങളെയൊക്കെ നമ്മളിൽ നിന്നും മാറ്റിവെക്കാൻ സാധിക്കും. ഇനി രത്നാകരൻ അതാ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: നാളെ ഞാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളുടെയൊക്കെ കർമ്മഫലം ദുരന്ത രൂപത്തിൽ എന്നെ വരുന്ന് പിടിച്ച് തളർത്തുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് അതിൽ നിന്നും ഉയരാൻ സാധിക്കുകയെന്ന്. ഞാൻ അവരുടെ പാദങ്ങളിൽ ചെന്ന് വീണു. അവരോട് ചോദിച്ചു, ഇതിനെന്താ പരിഹാരം എന്ന്. അപ്പോ അവര് പറഞ്ഞു, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ തേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. അങ്ങക്ക് വേണ്ടത് ചിത്തശുദ്ധി വേണം. ഈശ്വരനെ അന്വേഷിച്ചു പോകാനല്ല പറഞ്ഞത്. ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് നമ്മുടെ ജ്യോത്സ്യന്മാർക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണത്. എന്തെങ്കിലും വിഷമം വന്നാൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത്. ഈ സജ്ജനങ്ങളായിട്ടുള്ള ഋഷീശ്വരന്മാര് പറയുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കൂ, ചിത്തത്തെ ശുദ്ധിയാക്കൂ. ചിത്തം ശുദ്ധമായാൽ എന്താ പ്രത്യേകത? അങ്ങ് ഈശ്വരനെ അന്വേഷിച്ചു പോകേണ്ടത് ആവശ്യമില്ല. ചിത്തം ശുദ്ധമായാൽ ഭഗവാൻ ചിത്തത്തിലേക്ക് വരും. അപ്പൊ അതിനെന്താ മാർഗം? ആ ചിത്തശുദ്ധിക്ക് വേണ്ടി അദ്ദേഹത്തിന് കുറെ കാലം ഇരിക്കേണ്ടി വന്നു. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എളുപ്പം സാധിക്കും, ചിത്തശുദ്ധിക്ക് വേണ്ടി കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ കുറച്ചു നേരം ചിത്തശുദ്ധി നേടിയെടുക്കാൻ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. തപ 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 വളരെ വളരെ പ്രധാനമാണ് ഈ കാര്യം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വളരെയധികം ഭക്തിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കുട്ടിക്കാലം മുതലേ ഞാനും നിങ്ങളും കേട്ടത് സങ്കടങ്ങളെല്ലാം ദൈവത്തിനോട് പറയൂ എന്നാണ്. അമ്പലത്തിലൊരു ഈശ്വരനുണ്ടെന്നും ആ ഈശ്വരനോട് പറഞ്ഞ് ദുഃഖങ്ങളെ പരിഹരിക്കാൻ പറ്റുമെന്നും അങ്ങനൊരു വിഡ്ഢിത്തത്തിലേക്കാണ് നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെ നയിച്ചത്. അമ്പലത്തിൽ പോയി ദുഃഖം പറയാനുള്ളതല്ല. അമ്പലമൊക്കെ തപോഭൂമിയാണ്. അത് നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിക്കാനുള്ള ഇടമാക്കി മാറ്റണം. അവിടെ പോയിരുന്ന് കുറച്ചു നേരം കണ്ണടച്ചുകൊണ്ട് ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ മനസ്സിൽ ഭഗവത് ചൈതന്യം വന്ന് ആ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് നമ്മുടെ വ്യവഹാര ജീവിതം നയിക്കുമ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും വേദനിപ്പിക്കാതെ ഏതേത് നിമിഷം എന്തെന്ത് അനുഭവങ്ങൾ വരുന്നു അതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഭഗവത് പ്രസാദമായി കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ ഭഗവാനെ അന്വേഷിച്ചു പോവേണ്ടതില്ല. ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിക്കൊള്ളും. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞത് വരുന്നതിന് പകരം പോയി പ്രാർത്ഥിച്ച് ദുഃഖം മാറ്റൂ എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മളെ വഴിതെറ്റിച്ചിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? ഒരുവിധം ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ നിങ്ങൾ നോക്കൂ, എല്ലാം പറയാ ഗുരുവായൂരപ്പൻ ആ വഴിപാട് ചെയ്യൂ, അയ്യപ്പനെ വഴിപാട് ചെയ്യൂ. നോക്കൂ, അങ്ങനെ ഗുരുവായൂരപ്പനും അയ്യപ്പനും ഒരാളുടെ വിഷമം മാറ്റാൻ പറ്റൂ? അങ്ങനെയൊരു തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ജീവിക്കരുത്. ശാസ്ത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അങ്ങനെ ഗുരുവായൂരപ്പനൊരു വഴിപാട് ചെയ്തിട്ട് ഗുരുവായൂരപ്പന് വിഷമം മാറ്റാൻ പറ്റുമെങ്കിൽ സ്വന്തം സഹോദരിയുടെ പുത്രൻ ക്രൂരമായി വധിക്കപ്പെടുന്നത് കൃഷ്ണൻ കാണൂ. ആകെയുള്ളൊരു സഹോദരിയാണ് സുഭദ്ര, ഇല്ലേ? ആ സുഭദ്രയെ അർജുനന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ കൃഷ്ണനല്ലേ? ആ സുഭദ്രയിൽ അർജുനനുണ്ടായ ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയെ
ക്രൂരമായി കൗരവന്മാര് വധിക്കുന്ന സമയത്ത് കൃഷ്ണൻ നോക്കി നിൽക്കൂ. നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കുട്ടിയെ നേരെയാക്കണം, നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരണമെന്ന് കൃഷ്ണനോട് പറയുമ്പോൾ സ്വന്തം സഹോദരിയുടെ പുത്രന്റെ മരണം കൃഷ്ണൻ എന്തുകൊണ്ട് നോക്കി നിന്നു? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറണം. പ്രാർത്ഥിക്കാനല്ല അമ്പലത്തിൽ പോവേണ്ടത്. അമ്പലത്തിൽ പോവേണ്ടത് മനസ്സിലേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ കൊണ്ടുവരണം. അതിനെന്ത് വേണം? മനസ്സ് കുറേ നേരം ഭഗവാനെ സ്മരിക്കണം. നാമം ജപിക്കട്ടെ മനസ്സ്. ആ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് നമ്മുടെ വ്യവഹാര ജീവിതം ആരെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും ആര് വിളയാടും? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഈ അവസ്ഥയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കുട്ടിക്കാലത്തെ നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ എത്രയോ മെച്യൂരിറ്റി നമുക്ക് വരില്ലേ? അല്ലേ? പല പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഈ വെറും തൊഴുതു പോകുന്നതല്ലേ നമ്മളെ ഉയർത്താത്തത്? അതുകൊണ്ട് ആത്മീയതയുണ്ടല്ലോ, ശരിക്കും ആചാര്യന്മാരിൽ നിന്നും മനസ്സിലാക്കണം. അത് വെറുതെ നമ്മൾ തൊഴുതു പോകുന്നതിൽ നിൽക്കുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അതുകൊണ്ടായിരിക്കും എടുത്തു പറയുന്നത് സജ്ജന സംഘം. സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്ത് എന്ന് പറയാണ്. ഇപ്രകാരം ഞാൻ ജപിച്ച് ഏതൊരു രാമനെ ജപിച്ചുകൊണ്ടാണോ ഞാൻ ഇരുന്നത്, അങ്ങനെയാണ് ഞാൻ രത്നാകരനിൽ നിന്നും വാൽമീകിയായത്. അദ്ദേഹത്തിന്റെ നിയോഗം നോക്കൂ. അങ്ങനെ ഋഷീശ്വരനായി ഇന്നിപ്പോ ആ ഋഷിയുടെ മുന്നിൽ വന്നിരിക്കുന്നു രാമൻ. രാമൻ ചോദിക്കുന്നു ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന്. മനസ്സിലായില്ലേ? ആ അനുഗ്രഹം നോക്കൂ മഹാത്മാക്കളുടെ. എന്ന് മാത്രമല്ല, അവിടം കൊണ്ട് നിൽക്കുന്നില്ല. ഇനി ശ്രീരാമസ്വാമിയുടെ പുത്രന്മാർക്ക് സംസ്കാരം കൊടുക്കാനുള്ള അനുഗ്രഹവും സിദ്ധിക്കുന്നത് ഇതേ വാൽമീകി ഋഷിക്കാണ്. നമ്മളൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ വച്ചിരിക്കുന്നു കുറെ കാര്യങ്ങൾ നല്ലതെല്ലാം. നമുക്ക് എന്തെല്ലാമോ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ നിയോഗം വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ ഒന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ആർക്ക് വിട്ടുകൊടുക്കണം? ആ ഭഗവൽ അർപ്പണത്തിലേക്ക് ഉയർത്തണം. അപ്പൊ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഭഗവാൻ വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം എനിക്ക് മനസ്സിലായി. അങ്ങനെ വാൽമീകി മഹർഷിയായി തീരൂ. ജീവിതത്തിൽ വാൽമീകിയാവുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളാണ്ട്. അതും വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ഏത് കുട്ടികൾക്കും അറിയാം ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കാരണം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംസ്കാരം ഈശ്വരൻ വച്ചിരിക്കുന്നു. എന്ത് തെറ്റ് ചെയ്താലും മറ്റുള്ളവർ തെറ്റാണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ ചില ആളുകൾ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും തെറ്റിൽ ജീവിക്കുന്നവരെ ആണ് നമ്മുടെ പൂർവികന്മാര്. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളാണ് പാപികൾ എന്ന് വിളിക്കുന്നത്. അറിഞ്ഞിട്ടും അത് തന്നെ ആചരിക്കുക. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, ഇത് തെറ്റാണെന്നറിഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ല. പിന്നെന്ത് ചെയ്യും? വേറെ തെറ്റ് ചെയ്യാലോ എന്ന്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, ഞാനിപ്പോ പാലിലേക്ക് വെള്ളം ഒഴിക്കുന്നത് നിർത്തി, അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാറ് വെള്ളത്തിലേക്ക് അങ്ങോട്ട് പാൽ ഒഴിക്കാറേയുള്ളൂ. ആ തെറ്റ് ചെയ്യാറില്ല എന്ന്. ഇതുപോലെ ഒരു തെറ്റ് ചെയ്യില്ല അവര്, വേറെ വല്ല തെറ്റും ചെയ്യവര്. അങ്ങനെയുള്ളവരുണ്ട് ലോകത്തില്. അപ്പൊ താൻ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി ചിലർ ആവർത്തിക്കുന്നു, ചിലർ ആ തെറ്റിനെ വിട്ട് വേറെ തെറ്റിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളവരെയും കാണാം. എന്നാൽ വേറെ ചിലർക്ക് ഇങ്ങനെ തീരുമാനിക്കാം. എങ്ങനെ? ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ നാളെ ഞാൻ തന്നെ വേണം ഇതിന്റെയെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കാൻ. അതുകൊണ്ട് ഇനി മുതൽ അത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട്, എന്റെ മനസ്സിൽ ഈശ്വരനെ ഇരുത്തിക്കൊണ്ട് സകലതും ഈശ്വരപ്രസാദമായി കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എന്നെ ഉയർത്തുന്ന ഒരു ജീവിതത്തിലേക്കും എന്നെ തിരിക്കാം. അങ്ങനെ തിരിക്കുന്നവരെയാണ് വാൽമീകിമാർ എന്ന് പറയുന്നവർ. മറ്റുള്ളവരൊക്കെ അങ്ങനെ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ട് പോയിരിക്കും. ഇദ്ദേഹത്തിന് മാറ്റമുണ്ട് പ്രിയാണ്. അതുകൊണ്ട് നമ്മളോടുള്ളൊരു അപേക്ഷ, മാ നിഷാദ,
ഇനിയും ഒരു കാട്ടാളനെ പോലെ ജീവിക്കാതിരിക്കൂ. ഇനി നിങ്ങൾ ഓരോരുത്തരും വാൽമീകിമാരായി തീരൂ, മനസ്സിനെ തിരിക്കൂ. ഈ തെറ്റിൽ നിന്നും ഒരു പരിവർത്തനം നമ്മുടെ മനസ്സിന് വരട്ടെ. സകല ചരാചരങ്ങളിലും ഇരിക്കുന്ന ഈശ്വരനെ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത് പോലെ ഒരാളെ വേദനിപ്പിക്കുന്നതാണ് ഈശ്വരശാപമെന്നും മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹമെന്നും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുയരട്ടെ. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിവർത്തനം വരുത്താം. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയോട് പിന്നെ ശ്രീരാമസ്വാമി ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങക്ക് ഇവിടെ നിന്നും പോയി വസിക്കാൻ പറ്റിയ സ്ഥലമാണ് ചിത്രകൂടാചലം, അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പൊ വാൽമീകിയുടെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ കടക്കുന്നത് വീണ്ടും അയോധ്യ രാജ്യത്ത് നടക്കുന്ന കഥകളിലേക്കാണ്.